സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ സമദൂരം തുടരുന്നു. ഭാഗം 7. മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന മീനാക്ഷി നാലു ചുറ്റും നോക്കി. അവൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ആശുപത്രി കിടക്കയിലാണെന്ന് പതുക്കെ തിരിച്ചറിഞ്ഞു. അവൾ മെല്ലെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ദേഹം കുഴഞ്ഞു പോകുന്നത് പോലൊരു തളർച്ച. ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള ഒരു കിടക്കയിലാണ് താനെന്ന് അവൾക്ക് മനസ്സിലായി. ആഹാ, എണീറ്റോ? ഒരു നേഴ്സ് അവളുടെ സമീപത്തേക്ക് വന്നു. കുടിക്കാൻ വല്ലതും വേണോ? മീനാക്ഷി തലയാട്ടി. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്നും പ്ലാസ്റ്റിക് ടംബ്ലറിലേക്ക് വെള്ളം പകർന്ന് അവൾക്ക് നേഴ്സ് കുടിക്കാൻ കൊടുത്തു. തൊണ്ടയും നാവും ചുണ്ടുകളും വരണ്ടുപോയ ആർത്തിയോടെ മീനാക്ഷി അത് വാങ്ങി കുടിച്ചു. കിടന്നോ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. തന്നെ എന്തിനാണ് ഇവിടെ കിടത്തിയിരിക്കുന്നത്? അവൾക്ക് മനസ്സിലായില്ല. തനിക്കല്ലല്ലോ രോഗം, അച്ഛനല്ലേ. അച്ഛനെവിടെ? അവൾ അടുത്ത ബെഡുകളിലും നിലത്തും നോക്കി. അപരിചിതമായ സ്ഥലം. പകച്ചിരിക്കെ അവളുടെ ചേതനയിലേക്ക് ഒരോർമ്മ കൊടുങ്കാറ്റ് പോലെ അടിച്ചു കയറി. മോർച്ചറി, ശവക്കച്ച പുതച്ച മൃതശരീരങ്ങൾ, പോസ്റ്റ്മോർട്ടം സ്ലാബ്, തലമൂടിയിട്ട വെള്ളത്തുണി ആരോ വലിച്ചു മാറ്റുമ്പോൾ തെളിഞ്ഞു കാണുന്ന മുഖം. കല്ലുമോളുടെ, തൻ്റെ അനുജത്തിയുടെ. മീനാക്ഷി വിറയ്ക്കാൻ തുടങ്ങി. മലമ്പനി ബാധിച്ച പോലുള്ള വിറയൽ. പേടി സ്വപ്നമായിരുന്നോ അത്? മീനാക്ഷിക്ക് സംശയമായി. പോലീസ് ഇൻസ്പെക്ടർ ആശുപത്രി കിടക്കയ്ക്കരികെ വന്നതും തന്നെ കൂട്ടിക്കൊണ്ടുപോയതും നിലാവിലെന്ന പോലെ അവൾ അകക്കണ്ണിൽ കണ്ടു. ഈശ്വരാ, ദുസ്വപ്നമായിരിക്കണേ. മീനാക്ഷി കിടക്ക വിട്ടെഴുന്നേറ്റു. അതിശൈത്യമുള്ള കാറ്റ് ഏറ്റതുപോലെ ചൂളി വിറച്ചവൾ ക്യാഷ്വാലിറ്റിക്ക് പുറത്തിറങ്ങി. അപ്പോൾ ആശുപത്രിയിലെത്തിയ ഏതോ അത്യാഹിതക്കാരനെ കിടത്തിയ മേശയ്ക്ക് ചുറ്റുമാണ് കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടറും നേഴ്സുമാരും. പുറത്ത് കറുത്ത രാത്രി. അച്ഛൻ കിടക്കുന്ന വാർഡ് അവൾക്ക് നല്ല നിശ്ചയമുണ്ട്. വീതിയുള്ള സ്റ്റെയർ കേസ് കയറി അവൾ മുകൾ നിലയിലെത്തി. വാർഡുകളെല്ലാം നിശ്ചലം. ഭൂരിഭാഗം രോഗികളും അവരവരുടെ ബെഡുകളിൽ കിടന്നുറങ്ങുന്നു. കൂടെ നിൽക്കുന്നവർ കട്ടിൽ ചുവടുകളിൽ ഷീറ്റ് വിരിച്ച് കിടക്കുന്നു. അങ്ങിങ്ങ് കുത്തനെ നിർത്തിയ ഡ്രിപ്പ് സ്റ്റാൻഡുകൾ. ഡോക്ടർമാരെയോ നേഴ്സുമാരെയോ കാണാനില്ല. ചില ബെഡുകളിൽ നിന്ന് വേദനയുടെ ഞരക്കങ്ങളും മൂളലുകളും ഉയരുന്നുണ്ട്. സമയം എന്തായി? മീനാക്ഷിക്ക് അറിയില്ല. അവൾ അച്ഛനെ കിടത്തിയിരുന്ന കിടക്കയ്ക്കരികിലെത്തി. അച്ഛൻ നീണ്ടു നിവർന്ന് കണ്ണടച്ച് കിടപ്പുണ്ട്. മീനാക്ഷി കിടക്കയിലിരുന്നിട്ട് കുനിഞ്ഞ് അച്ഛനെ നോക്കി. അച്ഛാ, അവൾ മെല്ലെ വിളിച്ചു. അനക്കമില്ല. അച്ഛാ. അവൾ അയാളുടെ കവിളത്ത് കൈത്തലം ചേർത്ത് പതുക്കെ ഉലച്ചു. മിന്നൽ പിണർ പോലെ ഒരു പേടി അവളെ ചൂഴ്ന്നു. വിറിയലോടെ അവൾ അയാളുടെ ശുഷ്കിച്ച നെഞ്ചിലേക്ക് കുനിഞ്ഞ് ചെവിയോർത്തു. ദുർബലമായ ഹൃദയമിടിപ്പ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ പോലെ നേർത്ത് നേർത്ത് തിരിച്ചറിയാം. പിന്നെയും മിന്നൽ പിണർ പോലെ ഒരു നടുക്കം അവളെ ഉലച്ചു. ഇവിടെ വച്ചല്ലേ SI തന്നെ വന്നു വിളിച്ചതും മോർച്ചറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും? മീനാക്ഷി എഴുന്നേറ്റു. ഒരു സ്വപ്നാടകയെപ്പോലെ വാർഡിൽ നിന്നും പുറത്തേക്ക് നടന്നു. വെളിയിലേക്കുള്ള കവാടത്തിനരികിൽ അവളെ തടഞ്ഞു നിർത്തിയ സെക്യൂരിറ്റി ഗാർഡ് സംശയത്തോടെ ചോദിച്ചു, എവിടേക്കാ ഈ പാതിരാ നേരത്ത്? മോർച്ചറി എവിടെയാ? ദാ അവിടെ. എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എനിക്ക് കാണണം. ആരെ? കല്ലുവിനെ, എൻ്റെ അനുജത്തിയെ. അവിടെ ഇപ്പോൾ അനുജത്തിയും ചേട്ടത്തിയൊന്നുമില്ല, ശവങ്ങൾ മാത്രമേ ഉള്ളൂ. മീനാക്ഷി അത് കേൾക്കാത്ത പോലെ മുന്നോട്ട് നീങ്ങി. ഈ പെങ്കൊച്ചിനെന്താ ഭ്രാന്താണോ? പിന്നാലെ ചെന്ന് അയാൾ അവളുടെ കൈക്ക് പിടിച്ച് നിർത്തി. തൊടരുത്. അവൾ അയാളുടെ മുഖത്തിന് നേർക്ക് വിരൽ ചൂണ്ടി. അവളുടെ മുഖം ഒരു ബാധ കയറിയതുപോലെ തോന്നിച്ചു. സെക്യൂരിറ്റി ഗാർഡ് വിരണ്ടുപോയി. അയാൾ അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു. രാത്രിയിൽ ആരും അങ്ങോട്ട് പോകാറില്ല. അവിടെ ഇപ്പോൾ ആരുമില്ല. ആരെയും കാണാനും പറ്റില്ല, അയാൾ പറഞ്ഞു. മീനാക്ഷി വാതിൽ കടന്ന് പുറത്തിറങ്ങി. സെക്യൂരിറ്റി ഗാർഡും പിന്നാലെ ചെന്നു. ആരോ കൈ പിടിച്ച് നടത്തുന്നത് പോലെ സംശയലേശമന്യേ നീങ്ങുകയാണവൾ. ലാബോറട്ടറികളും മെഡിക്കൽ കെയറും പിന്നിട്ട് കുഷ്ഠരോഗ വാർഡിൻ്റെ ഇടതുവശത്തെ മതിൽക്കെട്ടിനരികിലെത്തിയ മീനാക്ഷി മോർച്ചറി വളപ്പിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. സെക്യൂരിറ്റി ഗാർഡ് ഗേറ്റിൽ സ്തംഭിച്ച് നിന്നു. മോർച്ചറിയുടെ വരാന്തയിലേക്ക് കയറിയിട്ട് മീനാക്ഷി വാതിലിനടുത്ത് ചെന്നു. അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും വാതിൽ തുറന്നു കിടപ്പുണ്ടോ എന്നവൾ ചുറ്റും നോക്കി. പിന്നെ മോർച്ചറിക്ക് ചുറ്റും നടക്കാൻ തുടങ്ങി. 4 തവണ അവൾ കെട്ടിടത്തെ വലം വയ്ക്കുന്നത് സെക്യൂരിറ്റി ഗാർഡ് എണ്ണി. പിന്നെ അവൾ അടഞ്ഞുകിടന്ന ഒരു ജനാലയ്ക്കൽ ചെന്ന് അങ്ങോട്ട് തന്നെ നോക്കി നിലയുറപ്പിച്ചു. സെക്യൂരിറ്റി ഗാർഡ് 2-3 തവണ വിളിച്ചെങ്കിലും അവൾ അത് കേട്ടുവെന്ന് തോന്നിയില്ല. സഹായത്തിനു വേണ്ടി സഹപ്രവർത്തകരെ വിളിക്കാനായി അയാൾ തിരികെ പോയി.
കൊല്ലങ്കോട് താണ്ടി പാഞ്ഞു വന്ന പോലീസ് ജീപ്പ് പനങ്ങാട്ടിരിയിലെ സുരേന്ദ്രൻ്റെ കളത്തിന് മുന്നിൽ ചെന്ന് നിന്നു. അവനെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടു വാ. ജീപ്പിൽ നിന്നും ഇറങ്ങി കളപ്പുരയുടെ സിമൻറ്റിട്ട തിണ്ണയിലേക്ക് കയറുന്നതിനിടയിൽ SI നിർദ്ദേശിച്ചു. പോലീസുകാർ ദിനേശനെ ഇറക്കി കളപ്പുര തിണ്ണയിലെത്തിച്ചു. രാമനാഥൻ കയ്യിൽ ബാറ്റണുമായി അവൻ്റെ ചുറ്റും 2 വട്ടം നടന്നു. ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞു, അന്ന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ദിനേശൻ കണ്ണു ചുളിച്ച് അയാളെ നോക്കി. എല്ലാം പോലീസിന് അറിവുള്ള കാര്യങ്ങളാണ്, പലവട്ടം ആവർത്തിച്ചതുമാണ്. ഞാൻ അവനെ കൊന്നു. കൊലക്കുറ്റം ഞാൻ സമ്മതിച്ചു. പോലീസിൻ്റെയും കോടതിയുടെയും മുമ്പിൽ കീഴടങ്ങി. ഇനി എന്താ സാറിന് വേണ്ടത്? കൊന്നു, കൊലക്കുറ്റമേറ്റു, കീഴടങ്ങി. എന്തൊരച്ചടക്കം! ഉത്തമനായ ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ട ധർമ്മമെല്ലാം നീ ചെയ്തുവെന്ന് അല്ലേടാ? ദിനേശൻ തലതാഴ്ത്തി നിന്നു. നീ പറയാത്ത വേറൊരു കഥയും കൂടി ഞാൻ കേട്ടല്ലോടാ. ദിനേശൻ അമ്പരപ്പിൽ മുഖമുയർത്തി നോക്കി. നീ അടിച്ചു കൊന്ന ബലിക്കുളം മണിയും രഘുവരനും കൂടി പതിവ് പോലെ കളം നോക്കാൻ വന്നപ്പം നീ ആ പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. ദിനേശൻ കണ്ണുമിഴിച്ചു. മണിയുടെ കളത്തിൽ വെച്ച് തെമ്മാടിത്തരം കാണിക്കരുതെന്ന് പറഞ്ഞ് മണി നിന്നെ എതിർത്തു. ബലം പ്രയോഗിച്ച് തടഞ്ഞപ്പം നീ മണിയെ കയ്യേറ്റം ചെയ്തു. ഒടുക്കം കയ്യിൽ കിട്ടിയ മരക്കഷ്ണം വെച്ച് അടിച്ചു കൊന്നു. അതല്ലേടാ സത്യം? പുതിയ കഥ കേട്ട് നിമിഷങ്ങളോളം ദിനേശൻ രാമനാഥൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. സത്യം അതല്ലേടാ? SI അവൻ്റെ നേർക്ക് ചീറ്റി. ശരിയാ സാറേ, അതുതന്നെയാ സത്യം. കൊലപാതകത്തിൻ്റെ കൂടെ ബലാത്സംഗം കൂടി എൻ്റെ പേരിൽ വരവ് വെച്ചേക്ക്. തൂക്കിക്കൊല്ലുകയല്ലേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ. ഒരെണ്ണമല്ലടാ, 2 കൊലപാതകം. നീ മാനഭംഗപ്പെടുത്തിയ ആ പെണ്ണ് അപമാനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. മിനിഞ്ഞാന്ന് രാത്രി ചിങ്ങഞ്ചിറയിൽ വെച്ച്. ദിനേശൻ നടുങ്ങിത്തെറിച്ച് നിന്നു. കല്യാണി ആത്മഹത്യ ചെയ്തെന്നോ? പനങ്ങാട്ടിരിക്കളത്തിനപ്പുറത്തെ പാറക്കെട്ടിനു മീതെ കാറ്റിനെതിരെ കുസൃതിയോടെ നിൽക്കുന്ന കല്യാണിയുടെ രൂപം അവൻ മനക്കണ്ണിൽ കണ്ടു. തെങ്ങോലപ്പീലികൾ നിഴൽ വിരിച്ചാടുന്ന കൃഷിയിടത്തിലൂടെ തൻ്റെ നേരനുജത്തിയെപ്പോലെ യാതൊരു സങ്കോചവുമില്ലാതെ തൻ്റെ കയ്യും പിടിച്ച് നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞ പദങ്ങൾ അവന് ഓർമ്മ വന്നു. ഞാൻ ചീത്ത, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എനിക്ക് ആളുകളെ ഞെരടി കൊല്ലാൻ തോന്നും. കയ്യിൽ കിട്ടുന്നതൊക്കെ വലിച്ചെറിയും. അന്നേരം എൻ്റെ അച്ഛനും പേടിയാ, മീനുമക്കയ്ക്കും പേടിയാ. അവൾ തൻ്റെ ജീവിതം തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞുവെന്നോ? ജീവനോടെ ഇല്ലേ അവളിപ്പോൾ? ദിനേശൻ്റെ കണ്ണിൽ കണ്ണുനീർത്തുള്ളി കുമളച്ച് വലുതായി. വിശ്വാസം വരാത്ത പോലെ അവൻ SI രാമനാഥനെ നോക്കി. അവളുടെ മരണത്തിന് ഉത്തരവാദി നീ തന്നെ അല്ലേടാ? രാമനാഥൻ കനത്ത സ്വരത്തിൽ ചോദിച്ചു. അതെ, ശാന്ത സ്വരത്തിൽ അവൻ പറഞ്ഞു. ഞാൻ തന്നെയാ. അവൻ്റെ കണ്ണിൽ തിളച്ചുകൊണ്ടിരുന്ന കണ്ണുനീർത്തുള്ളി പുകഞ്ഞ് ആവിയായി. 2 ദിവസത്തിൽ കൂടുതൽ ഒരു മൃതദേഹം ജില്ലാശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ ചന്ദ്രമോഹനാണ് മീനാക്ഷിയോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കണം. അതിന് റെൻറ്റ് കൊടുത്തേ മതിയാവൂ. താൻ പറഞ്ഞത് മീനാക്ഷി കേട്ടുവോ എന്ന് ഡോക്ടർക്ക് സംശയമായി. ഹിമശില പോലെ വാസുദേവൻ്റെ കിടക്കയ്ക്കരികെ ഇരിക്കുകയാണ്. ആരെയും നോക്കുന്നില്ല. ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നേയില്ലെന്ന് തോന്നുമായിരുന്നു. അതിവിദൂരമായ ഏതോ ശൂന്യതയിലേക്കാണ് നോട്ടം. വരണ്ട് വിളർത്തുപോയ മുഖത്ത് ജീവൻ്റെ ചൈതന്യമുണ്ടെന്നേ തോന്നുകയില്ല. ഏതോ മഹാദുരന്തത്തിൽപ്പെട്ട് പണ്ടെങ്ങോ വാവിട്ട് കരഞ്ഞതിൻ്റെ അടയാളം പോലെ കവിളത്ത് കണ്ണീർച്ചാലുകൾ ഉണങ്ങി കരിവാളിച്ച് കിടന്നു. എണ്ണ പുരളാതെ വാരിക്കെട്ടാതെ തമ്മിൽ കെട്ടിപ്പിരിഞ്ഞു തുടങ്ങിയ മുടി അവളുടെ മുഖത്തും നെറ്റിയിലും കവിളിലും ചിതറി. മുഷിഞ്ഞുലഞ്ഞ വസ്ത്രങ്ങൾ ഏതോ ഭിക്ഷക്കാരിയുടേതുപോലെ തോന്നിച്ചു. ഒന്നുകിൽ നിങ്ങൾ മൃതദേഹം ഏറ്റുവാങ്ങണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ആ വിവരം പോലീസിനെയോ ആശുപത്രി അധികൃതരെയോ അറിയിക്കണം. അനാഥ ശവങ്ങൾ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് സംസ്കരിക്കും. ചന്ദ്രനഗറിൽ പൊതുശ്മശാനമുണ്ട്. താനൊരു പ്രതിമയോട് സംസാരിക്കുകയാണെന്ന് ഡോക്ടർ ചന്ദ്രമോഹന് തോന്നി. അതിന് ജീവനില്ല. അവളൊന്നും കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. പിന്നിൽ നിന്ന് നേഴ്സുമാരോട് പറഞ്ഞിട്ട് ഡോക്ടർ ജനറൽ വാർഡിന് നടുവിലുള്ള പാസേജിലൂടെ നടന്നുപോയി. നേഴ്സുമാർ സഹതാപത്തോടെ മീനാക്ഷിയെ നോക്കി. അനുജത്തി മോർച്ചറിയിൽ കിടക്കുന്നു. അച്ഛൻ മരണാസന്നനായി രോഗക്കിടക്കയിലും. നാടും വീടുമില്ല, ബന്ധുജനങ്ങളില്ല, സ്വത്തും വരുമാനവുമില്ല. ഒരു തരി മണ്ണ് സ്വന്തമായിട്ടില്ല. പോകാൻ ഒരിടവുമില്ല. ഈ പെൺകുട്ടി ഇനി എന്തു ചെയ്യുമെന്ന് അവർക്കും അറിഞ്ഞുകൂടാ. കുട്ടി, ഗിരിജ എന്ന നേഴ്സ് അവളുടെ തോളത്ത് കൈവച്ചു. ശവം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ കുട്ടിക്ക് ഒരു നിവൃത്തിയില്ലല്ലോ. ഉണ്ടോ? മീനാക്ഷി അനങ്ങിയില്ല.
അപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റി ചെയ്തോളും, കുട്ടി അറിയണ്ട. മീനാക്ഷി മെല്ലെ മുഖം തിരിച്ചു നേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കി. തണുത്ത ജീവനറ്റ നോട്ടം. ഇനി അഥവാ നിവൃത്തിയുണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് അതിന് കഴിയുമോ? അതിനുള്ള ത്രാണിയുണ്ടോ? അതും അച്ഛനിവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ. മീനാക്ഷി എന്തോ പറയാൻ ഭാവിക്കുകയാണെന്ന് തോന്നിച്ചു. നേഴ്സ് അല്പം കാത്തു. അവളുടെ തുറന്ന ചുണ്ടുകൾ പിന്നെയും ചേർന്നമർന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്, അവരെ വിവരം അറിയിക്കാം. അവർ വന്ന് ഡെഡ് ബോഡി ഏറ്റെടുത്ത് സംസ്കരിച്ചോളും. വാസുദേവൻ ഒന്നനങ്ങി. ജീവൻ്റെ വെളിച്ചത്തിനും മരണത്തിൻ്റെ ഇരുട്ടിനുമിടയിൽ മതിലിനു മീതെ കൂടി കുടിയനായ അന്ധനെ പോലെ ചിലപ്പോൾ സുബോധത്തിലേക്കും വീണ്ടും അബോധത്തിലേക്കും വേച്ചു പോവുകയാണ് അയാൾ. ഞരമ്പുകളെ മാന്തിപ്പൊളിക്കുന്ന കഠിനവേദന ഇടവിട്ടിടവിട്ട് അയാളുടെ പ്രജ്ഞയെ കുത്തി ഉണർത്തി. അപ്പോഴെല്ലാം അയാൾ കണ്ണു തുറക്കാതെ ഞരങ്ങുകയും മൂളുകയും ആരെയോ അന്വേഷിക്കുന്ന പോലെ കിടക്കയിൽ കൈകൾ ഇഴച്ച് പരതുകയും ചെയ്തു. അയാളുടെ പീളകെട്ടിയ കണ്ണുകൾക്ക് മീതെ ഈച്ചകൾ പാറിപ്പറന്നു. ഉച്ചയായപ്പോൾ രണ്ടുപേർ മീനാക്ഷിയെ കാണാനെത്തി. ഞങ്ങൾ സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആളുകളാണ്. ഗിരിജാ നേഴ്സാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതിലൊരാൾ മീനാക്ഷിയെ അറിയിച്ചു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അനുജത്തിയുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി ശവസംസ്കാരം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് വേണ്ടി വരുന്ന ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ വഹിക്കും. അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. ദഹിപ്പിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയാവാം, കുഴി വെട്ടി മറവ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ. അവരവരുടെ മതാചാരപ്രകാരമുള്ള കർമ്മങ്ങളും ചടങ്ങുകളും ഒക്കെ അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാറ്. അവർ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഡോക്ടർ ചന്ദ്രമോഹനും വന്നു ചേർന്നു. മൃതദേഹം ഏറ്റുവാങ്ങി മറവ് ചെയ്യുന്നത് ഇന്ന് തന്നെ വേണമെന്ന് അയാൾ പറഞ്ഞു. ഇപ്പോൾ തന്നെ മരണം കഴിഞ്ഞ് 2 ദിവസമായിരിക്കുന്നു. ഡോക്ടറും സ്നേഹത്തിൻ്റെ സന്നദ്ധ സേവകരും കൂടി മീനാക്ഷിയെ മോർച്ചറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരിടത്തും ഒരു തടസ്സവുമില്ലാതെ എല്ലാം വേഗത്തിൽ നടന്നു. കല്യാണിയുടെ മൃതദേഹം ആശുപത്രി അധികൃതർ സ്നേഹം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തു. മൃതദേഹം ദഹിപ്പിക്കുകയല്ലേ എന്ന് ഡോക്ടർ ചന്ദ്രമോഹൻ ചോദിച്ചപ്പോൾ മീനാക്ഷി ഒന്നും ഞെട്ടി. അത് സമ്മതിക്കാത്തതുപോലെ ശിരസ്സനക്കി. വേണ്ട വേണ്ട എന്ന് അവളുടെ മനസ്സ് അലമുറയിടുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട അനുജത്തി ഒരു പിടി ചാരം മാത്രമായി തീരുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. 5 മണിയോടെ ആംബുലൻസിൽ കല്യാണിയുടെ മൃതദേഹം ടൗണിനും ഒലവക്കോടിനും ഇടയ്ക്കുള്ള ജൈനിമേട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. സ്നേഹം പ്രവർത്തകർ തങ്ങളോടൊപ്പം മീനാക്ഷിയെയും കൊണ്ടുപോവുകയും ആംബുലൻസിൽ കല്യാണിയുടെ മൃതദേഹത്തിനരികിൽ ഇരിക്കാൻ അവളെ അനുവദിക്കുകയും ചെയ്തു. അവർ ജൈനിമേട്ടിലെത്തി. കുഴി വെട്ടിക്കൊണ്ടിരുന്നവർ അത് നിർത്തിയിട്ട് മാറി നിന്നു. കുഴിക്കുള്ളിൽ മണ്ണ് കിളച്ചെടുത്തുകൊണ്ടിരുന്നയാൾ മുകളിൽ നിന്നവർ പിടിച്ചു കൊടുത്ത കയറിൽ തൂങ്ങി മുകളിലെത്തി. ആംബുലൻസിൽ വന്നവർ ശവക്കുഴിക്കരികിൽ വന്ന് അതിന് വേണ്ടത്ര ആഴമുണ്ടെന്ന് ഉറപ്പുവരുത്തി. പുല്ലും പൊന്തയും കുറ്റിച്ചെടികളുമുള്ള വിസ്തൃതമായ ശ്മശാനത്തിൽ അങ്ങിങ്ങ് സ്മാരകശിലകളും വെള്ളയടിച്ച ശവമാടങ്ങളും കാണാനുണ്ട്. കുറച്ചപ്പുറത്ത് ഒരാളോളം നീളത്തിൽ ചെറിയൊരു വെണ്ണീർ കൂമ്പാരം. അങ്ങിങ്ങ് ഛിന്നഭിന്നമായി കിടക്കുന്ന റീത്തുകളും വാടിക്കരിഞ്ഞ പൂക്കളും. ഇന്നലെയോ ഇന്ന് രാവിലെയോ ആരുടെയോ മൃതദേഹം ദഹിപ്പിച്ചിരിക്കുന്നു. ആംബുലൻസിൽ നിന്നും 4 പേർ ചേർന്ന് കല്യാണിയെ കിടത്തിയ ശവപ്പെട്ടി എടുത്ത് ശവക്കുഴിക്ക് അരികെ വെച്ചു. മൃതദേഹത്തിനു മീതെ ഒരു പൂച്ചെണ്ടും ഏതാനും പുഷ്പങ്ങളും സ്നേഹം പ്രവർത്തകർ തന്നെ വെച്ചിരുന്നു. പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനായി ആരും നിർബന്ധം പിടിച്ചുമില്ല. ശവപ്പെട്ടിയുടെ മൂടി അടയ്ക്കും മുമ്പ് മീനാക്ഷിക്ക് തൻ്റെ അനുജത്തിയെ കാണാൻ ഒരവസരം കൂടി അവർ അനുവദിച്ചു. മരവിച്ചതുപോലെ തോന്നിച്ച കല്യാണിയുടെ മുഖത്ത് മീനാക്ഷി തൊട്ടു. അത് മഞ്ഞുകട്ട പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ആ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. മീനുവക്ക എന്നൊരു വിളിയച്ച എവിടെയോ നിന്നും അവൾ കേട്ടു. അതിവിശാലമായ പച്ച പാടങ്ങൾക്കിടയിലെ നേർവരമ്പിലൂടെ കരിമ്പിൻ പൂവുകൾ വകഞ്ഞു മാറ്റി ഓടി വരികയാണ് കല്ലുമോൾ. കിതച്ചും കൊണ്ട് അവൾ ചോദിക്കുന്നു, അക്കയെ ഞാൻ എന്തോരം വിളിച്ചു, അക്ക എന്താ വിളി കേൾക്കാഞ്ഞത്? പരിഭവം നിറഞ്ഞ അവളുടെ മൂക്കിൻ തുമ്പിലും നെറ്റിത്തടത്തിലും മഞ്ഞുകണം പോലെ വിയർപ്പ് തുള്ളികൾ. പെട്ടിയുടെ മൂടി അടച്ചേക്ക്, ആരോ പറഞ്ഞത് കേട്ട് മീനാക്ഷി കഠിനമായി നടുങ്ങി. പെട്ടിക്കടിയിലൂടെ 3 കയറിട്ട് കുഴിയിലേക്ക് ഇറങ്ങാൻ ഭാവിക്കുകയാണവർ. ചെവി കൊട്ടിയടഞ്ഞതുപോലെ ഒരു മൗട്ടി അവളെ ഗ്രസിച്ചു. ഭയങ്കരമായ ഒരു ക്രൂരകൃത്യം നടക്കാൻ പോവുകയാണെന്ന് അവൾ വിചാരിച്ചു. കല്ലു, എഴുന്നേൽക്ക് മോളെ. ശബ്ദമില്ലാതെ അവൾ നിലവിളിച്ചുകൊണ്ടിരുന്നു.
ഇല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി നിന്നെ എന്നേക്കുമായി മണ്ണിനടിയിലേക്ക് മറവ് ചെയ്യും. വേഗം എഴുന്നേൽക്ക്. രണ്ടുപേർ ചേർന്ന് ശവപ്പെട്ടി മൂടിക്കഴിഞ്ഞു. കുഴിവെട്ടുകാർ കയറുകളിൽ പിടിച്ച് പെട്ടി താഴേക്ക് ഇറക്കുകയാണ്. അത് ശവക്കുഴിയുടെ അടിയിൽ ചെന്ന് മുട്ടി. കുഴിവെട്ടുകാർ കൈക്കോട്ടെടുത്ത് കുഴിവക്കിലെ മൺകൂനിയിൽ നിന്നും മണ്ണ് കോരി കുഴിയിലേക്ക് എറിഞ്ഞു. കല്ലും മണ്ണും ശവപ്പെട്ടിയുടെ മീതെ വീഴുന്ന ശബ്ദം ഇടിനാദം പോലെ മീനാക്ഷി കേട്ടു. മൂകാംബരത്തിൽ കടുന്തുടി മുഴങ്ങുന്നു. കുഴിയിലേക്കിടാൻ ആരോ ഒരു പിടി മണ്ണ് വാരി മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തു. പെട്ടെന്ന് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കഠിനജ്വരം പിടിപെട്ട പോലുള്ള വിറയൽ. ഒരു പിടി മണ്ണ് അവൾ കയ്യിൽ മുറുകെ പിടിച്ചു. ആ കുട്ടിയെ വണ്ടിയിൽ കൊണ്ടുപോയി ഇരുത്തിക്കോ, അത് വീണുപോകും, ഒരാൾ പറഞ്ഞു. മറ്റൊരാൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ആംബുലൻസിനടുത്തേക്ക് താങ്ങി നടത്തി. തെല്ലകലെ കൽപ്പാത്തിപ്പുഴയിലെ പാലത്തിന് മീതെ കൂടി വലിയ മുഴക്കവും ഇരമ്പലും. പൊള്ളാച്ചിക്കുള്ള മീറ്റർ ഗേജ് തീവണ്ടി കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനിപ്പുറം കോമൺവെൽത്ത് ടൈൽ ഫാക്ടറിയുടെ ചിമ്മിനിയിൽ മാത്രം അന്തിവയിൽ ഒരു സ്തൂപം പോലെ അവശേഷിച്ചു. സ്നേഹത്തിൻ്റെ പ്രവർത്തകൻ മീനാക്ഷിയെയും കൂട്ടി ആംബുലൻസിനരികിലെത്തിയിരുന്നു. ആ മണ്ണ് കയ്യിന്ന് കള. അപ്പോൾ അവൾ ഒരു പിടി മണ്ണ് കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു. അവൾ അത് കേട്ടതുകൂടിയില്ല. അയാൾ അവളുടെ കൈ പിടിച്ച് അത് കുടഞ്ഞു കളയാൻ ശ്രമിച്ചത് വിഫലമായി. അവളുടെ വിരലുകൾ ആ ഒരു പിടി മണ്ണിനു മീതെ ഈ ഉരുക്ക് കമ്പി പോലെ മുഴുകിയിരുന്നു. ആംബുലൻസിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ചില്ലുജാലകത്തിലൂടെ മീനാക്ഷി ശ്മശാനത്തിലേക്ക് നോക്കി. തൻ്റെ അനുജത്തിയുടെ ശരീരത്തിനു മീതെ ഒരു മൺകൂന ഉയർന്നു വന്നത് അവൾ കണ്ടു. ഒരു ബഹിരാകാശ കപ്പലിൽ ഇരുന്നു കൊണ്ട് പാഴായും ശൂന്യമായും കിടക്കുന്ന ഒരു അന്യഗ്രഹത്തിലേക്ക് നോക്കുന്ന നിസ്സംഗതയോടെ അവൾ ജൈനിമേടിന് നേർക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തതോ പുറപ്പെട്ടതോ ഒന്നും അവൾ അറിഞ്ഞില്ല. അന്തിവെയിലും മാഞ്ഞു കഴിഞ്ഞു. ചില്ലജാനകത്തിനപ്പുറത്ത് ജൈനിമേട് എന്ന മൃതഭൂമി മറഞ്ഞു. ഹോസ്പിറ്റലിൽ വാസുദേവൻ്റെ കിടക്കക്കരികിൽ തിരിച്ചെത്തുമ്പോഴും ആ ഒരു പിടി മണ്ണ് അവളുടെ കൈവശമുണ്ടായിരുന്നു. വാസുദേവൻ്റെ നില തീർത്തും വഷളായി കഴിഞ്ഞിരുന്നു. ഡോക്ടറും നേഴ്സുമാരും രാത്രി 2 തവണ വന്ന് അയാളെ നോക്കിയിട്ട് പോയി. ശ്വാസമെടുക്കാൻ അയാൾ ക്ലേശിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ശ്വാസത്തിനായി അയാളുടെ വായ വല്ലാതെ തുറന്നു വന്നു. തൊണ്ടയിൽ നിന്നും പ്രാവ് കുറുകുന്ന പോലെയുള്ള ഒച്ചയും കേട്ടു. കുറേ നേരം അതങ്ങനെ തന്നെ നിന്നു. ഊർധ്വം നിലച്ചു എന്നാകുമ്പോഴേക്കും ജീവൻ പിടഞ്ഞടിച്ച് അയാളുടെ ഞരമ്പുകളിലേക്ക് തിരികെ പിടിച്ചു കയറി. വായ മെല്ലെ അടഞ്ഞു. രാത്രിയിൽ എപ്പോഴോ അയാൾ കണ്ണു തുറന്നു. മീനാക്ഷി അരികെ ഇരിക്കുന്നത് കണ്ടു. മീനാക്ഷി അയാളെ നോക്കി ചെറുന്നനെ ചിരിച്ചു. രാവിലെ ഡ്യൂട്ടി നേഴ്സ് വന്ന് വാസുദേവനെ നോക്കി. അവൾ അമ്പരന്നതുപോലെ വേഗം തിരികെ പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആ നേഴ്സിനോടൊപ്പം കാഷ്വാലിറ്റിയിലെ ഡോക്ടറും കൂടി വാസുദേവൻ്റെ അടുത്തെത്തി. അയാൾ സ്റ്റെതസ്കോപ്പ് വെച്ച് വാസുദേവനെ പരിശോധിച്ചു. നാഡീമിടിപ്പ് നോക്കി. വാസുദേവൻ്റെ കൈ തണുത്തിരുന്നു. വായ തുറന്ന് കണ്ണുകൾ അല്പം മിഴിഞ്ഞ് കാണപ്പെട്ടു. മീനാക്ഷി അപ്പോഴും അച്ഛൻ്റെ കിടക്കക്കരികെ കണ്ണു തുറന്നു പിടിച്ച് എന്നാൽ ഒന്നും കാണാത്ത അന്ധയെപ്പോലെ ഇരിപ്പുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് നേഴ്സ് അവളുടെ തോളത്ത് തട്ടി വിളിച്ചു. മീനാക്ഷി. അവൾ മെല്ലെ തലതിരിച്ചു. നിന്റെ അച്ഛൻ മരിച്ചു. നീ അതറിഞ്ഞില്ലേ? മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. നിലത്തൊരു തൂവാല വിടർത്തിയിട്ട് കയ്യിൽ അപ്പോഴും മുറുകെ പിടിച്ചിരുന്ന ഒരു പിടി മണ്ണ് അതിലേക്ക് ചൊരിഞ്ഞു. ഒരു കിഴി പോലെ കെട്ടി. കാറിൻ്റെ വെളിച്ചം മുഖത്തടിച്ചപ്പോൾ ജാനകിയമ്മ കണ്ണ് ചിമ്മി. തറവാടുകെട്ടിൻ്റെ വരാന്തിയിൽ ഒരു കൈ തൂണിൽ പിടിച്ച് റോഡിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവർ. കാർ നടുമുറ്റത്ത് വന്നു നിന്നു. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. കാറിൽ നിന്നിറങ്ങുന്നവരെ ജാനകിയമ്മ വേവലാതിയോടെ നോക്കി. ശ്രീനിവാസൻ, ചന്ദ്രബാബു, ഒടുവിൽ രഘുവരനും. തറവാടുകെട്ടിൻ്റെ ഇടതും വലതും കെട്ടുകളിലെ ലൈറ്റുകൾ തെളിഞ്ഞു. ജാനകിയമ്മ വരാന്തിയിൽ ചില പോലെ നിൽക്കുന്നത് കണ്ട് ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും പരിങ്ങി. അമ്പരപ്പോടെ അവർ പരസ്പരം നോക്കി. ശ്രീനിവാസൻ വരാന്തയിലേക്ക് കയറി ചെന്നു. അമ്മ എന്താ ഈ പാതിരാത്രിക്ക് വരാന്തേല്? പാതിരാത്രിയായിട്ടും വീട്ടിലെത്താത്ത മക്കളെ കാത്തിരിക്കുക. മനസ്സിൻ്റെ ആഴത്തിലേക്ക് തുളിച്ചു കയറുന്ന ഒരു നോട്ടവും ശ്രീനിവാസൻ അമ്മയുടെ മുഖത്ത് കണ്ടു. ഞങ്ങളെ കാത്തിരിക്കണ്ട, ഒരു പ്രശ്നവും ഇല്ലെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞതല്ലേ ഞാൻ. അമ്മ അത് മറന്നോ? ആളുകൾ എന്തൊക്കെയാ ശ്രീനി പറയുന്നത്? ഞാൻ എന്തെല്ലാം കേൾക്കണം? അമ്മ അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. എൻ്റെ ചെവി അടഞ്ഞു പോയിട്ടില്ല, കണ്ണിന് കാഴ്ചയും മങ്ങിയിട്ടില്ല. ചന്ദ്രബാബു അത് കേട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. കുറച്ച് ദിവസത്തേക്ക് അതൊക്കെ ഒന്ന് അടച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മില്ലിൽ പോണമല്ലോ എനിക്ക്. ആളുകളെ കാണണമല്ലോ. ഇന്നും ഇന്നലെയും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല.
അമ്മ ഇനി റൈസ് മില്ലിൽ പോണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ? അത് നോക്കി നടത്താൻ 3 ആൺമക്കളുണ്ട് അമ്മയ്ക്ക്. ജാനകിയമ്മ ചന്ദ്രബാബുവിനെ പകച്ചു നോക്കി. അമ്മയെ ഇനി വേണ്ടെന്ന് പറയുന്നത് പോലെയാണ് ജാനകിയമ്മയ്ക്ക് തോന്നിയത്. അമ്മയുടെ കാഴ്ചവട്ടത്തു നിന്ന് മാറി നടക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. കേൾക്കണ കേൾവി ഒന്നാന്തരം. ജാനകിയമ്മ വേദനയോടെ പറഞ്ഞു. അമ്മ എന്തു കേട്ടു എന്നാണ്? ചന്ദ്രബാബു ഒച്ചയെടുത്തു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണോടാ, അതോ കൊല്ലിച്ചതോ? അമ്മ എഴുതാപ്പുറം വായിക്കണ്ട. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. അവരത് റിപ്പോർട്ടിൽ എഴുതിക്കോളും. പണം കൊടുത്താൽ ഏത് റിപ്പോർട്ടാ തിരുത്താൻ വയ്യാത്തത്? രഘുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ എത്ര 10,000 ചെലവാക്കി. ഇന്നലെ ഇന്നും അതിനുവേണ്ടി നെട്ടോട്ടമായിരുന്നല്ലോ എൻ്റെ മക്കള്. കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ നടന്നോ? അമ്മ പോയി കിടന്നുറങ്ങ്. ഞങ്ങളുടെ അനുജന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയണതൊക്കെ ഞങ്ങൾ ചെയ്തു. ആരായാലും ചെയ്യും. അവൻ ജയിലിൽ പോയി കിടക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം കാണില്ലല്ലോ. രഘു, ഇവിടെ വാ, ജാനകിയമ്മ വിളിച്ചു. അമ്മ അവനോട് ഇപ്പം സംസാരിക്കണ്ട. അവൻ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ 2 ദിവസമായിരിക്കുന്നു. പോയി കിടന്നുറങ്ങട്ടെ, ചന്ദ്രബാബു പറഞ്ഞു. അവൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയണ്ടേ? അവൻ്റെ അമ്മയല്ലേ ഞാൻ. അവനൊന്നും ചെയ്തിട്ടില്ല. അമ്മ അത്രേ അറിഞ്ഞാൽ മതി. ആ പെണ്ണ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അവൾ അവൻ്റെ ആരായിരുന്നു എന്ന് ഒരു നിമിഷമെങ്കിലും അവൻ ചിന്തിച്ചോ ബാബു? അവൻ്റെ ആരുമല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് നാളെയാകാം. വടക്കേക്കെട്ടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ചന്ദ്രബാബുവിൻ്റെ ഭാര്യ വരാന്തയിലേക്ക് ഇറങ്ങി. തെക്കേക്കെട്ടിൻ്റെ വാതിൽ തുറന്ന് ശ്രീനിവാസൻ്റെ ഭാര്യയും വന്നു. അവരുടെ മുഖത്ത് ഉറക്കച്ചടവുണ്ടായിരുന്നു. ഒരേ കെട്ടിടത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുമെങ്കിലും മാത്തൂര് തറവാട് 3 കെട്ടാണ്. വടക്കോട്ട് ദർശനമായി തെക്കുഭാഗത്തിരിക്കുന്നത് പഴയ തറവാട്. ശ്രീനിവാസൻ കല്യാണം കഴിച്ചപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തൊരു വീട് കൂടി നിർമ്മിച്ചു. അതിൻ്റെ തെക്കേ അറ്റവും പഴയ തറവാടിൻ്റെ പടിഞ്ഞാറേ അറ്റവും കൂട്ടി ഇണക്കിക്കൊണ്ടായിരുന്നു നിർമ്മിതി. പിന്നീട് ചന്ദ്രബാബു വിവാഹിതനായപ്പോൾ കിഴക്ക് ഭാഗത്തൊരു കെട്ടുകൂടി നിർമ്മിച്ചു. ചന്ദ്രബാബുവും കുടുംബവും കിഴക്കേ കെട്ടിലാണ് വാസം. നേർക്കുനേർ അഭിമുഖമായി ശ്രീനിവാസൻ്റെ പടിഞ്ഞാറേ കെട്ട്. കോൺക്രീറ്റ് ചെയ്ത നടുമുറ്റം, കാഴ്ചയിൽ ഒറ്റ വീട്. എന്നിരുന്നാലും ശ്രീനിവാസൻ്റെ പടിഞ്ഞാറേ കെട്ടാണ് കൂട്ടത്തിൽ ആഡംബരവും പ്രൗഢിയും പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ പൂമുഖമാണ് പൊതുവായ സെറ്റൗട്ടായി കണക്കാക്കിയിരിക്കുന്നത്. പിന്നിൽ കാലച്ച കേട്ട് ജാനകിയമ്മ തിരിഞ്ഞു നോക്കി. മാധവിയമ്മ. അമ്മ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. ഒരു പെൺകുട്ടിയുടെ ശവം ഈ കുടുംബത്തിൻ്റെ അസ്ഥിവാരത്തിൽ കിടക്കുമല്ലേ, എങ്ങനെ ഉറക്കം വരും? ജാനകിയമ്മ ഞെട്ടിപ്പോയി. ശ്രീനിവാസൻ്റെ മുഖവും വിളറി. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. പിന്നെന്തിനാ അച്ചമ്മ ഈ വേണ്ടാത്ത വർത്തമാനം? ചന്ദ്രബാബു ചൊടിച്ചു. 2 പെൺകുട്ടികളെയും കൂട്ടി ഈ വീട്ടിൽ കയറി വന്നവൻ ആരായിരുന്നടാ? നിന്നെ ജനിപ്പിച്ച തന്ത. ഞാൻ പെറ്റ മകനുമായിരുന്നത്. എന്നിട്ടും ഞാൻ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞോ? അവരെ ഈ വീട്ടിൽ കയറ്റണമെന്ന് നിർബന്ധിച്ചോ? മനസാക്ഷിക്കനുസരിച്ച് ചെയ്തോളാനാ ഞാൻ ജാനകിയോടും പറഞ്ഞത്. സദ്യ ഉണ്ടായിരുന്നു അന്നീ വീട്ടിൽ. അന്നദാനം കൊടുത്തു വിടായിരുന്നു. ചെയ്തില്ല. അരിക്കച്ചവടം കൊണ്ടാണ് നമ്മൾ ജീവിച്ചത്, ഇത്രയും വളർന്നത്. ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടതും അതുകൊണ്ടാ. അതൊന്നും ഓർക്കാതെ, തൊണ്ട നനയ്ക്കാൻ വെള്ളം പോലും കൊടുക്കാതെ അവരെ ഇറക്കി വിട്ടു. അതൊക്കെ തെറ്റായിപ്പോയി എന്നാണോ അച്ചമ്മ പറഞ്ഞു വരുന്നേ? താലപ്പൊലിയോടെ അവരെ സ്വീകരിച്ച് സദ്യയൂട്ടി ഇവിടെ കുടിയിരുത്തണമായിരുന്നോ? ശ്രീനിവാസൻ്റെ വാക്കുകളിൽ അമർഷം തിങ്ങി. വേണ്ട, അവരെ വിട്ടുകളയാമായിരുന്നല്ലോ. എവിടെങ്കിലും പോയി പിച്ച തണ്ടി ജീവിച്ചോട്ടെ എന്ന് വെക്കായിരുന്നല്ലോ. ഇല്ലേ, അവരുടെ പിച്ചപാത്രത്തിൽ മണ്ണ് വാരിയിടാൻ പിറകെ നടക്കണമായിരുന്നോടാ? ആര് പിറകെ നടന്നു? ചന്ദ്രബാബു കയർത്തു. ഇവിടുത്തെ രഘുവിൻ്റെ കൂട്ടില്ലെങ്കിൽ ബലിക്കളം സുരയുടെ അനുജൻ പോവുമായിരുന്നോടാ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ. എരികേറ്റി കൊടുക്കാനും അവൻ ഉത്സാഹിച്ച് കാണുമല്ലോ. മണി വിളിച്ചപ്പോൾ പനങ്ങാട്ടിരിക്കളം വരെ അവൻ ഒപ്പം പോയി. അവർ കൂട്ടുകാരാ. അതത്ര വലിയ തെറ്റാണെന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല, ശ്രീനിവാസൻ തർക്കിച്ചു. കൂട്ടുകാരൻ കളപ്പുരേ കയറി വാതിലടച്ചപ്പോൾ അരുതെന്ന് പറയാൻ ആ നിൽക്കുന്ന പട്ടിക്ക് നാവ് പൊങ്ങിയോ? അകത്ത് കിടന്ന് പേടിച്ച് കരഞ്ഞ പെണ്ണ് അവൻ്റെ ആരാണെന്ന് ഒറ്റത്തവണയെങ്കിലും ഓർത്തോ അവൻ? ജാനകിയമ്മ പകച്ച മുഖം തിരിച്ച് അമ്മയെ നോക്കി. അമ്മയുടെ കുഴിയിൽ താണ കണ്ണുകളിൽ തീപ്പൊരികൾ. അമ്മയുടെ ശബ്ദത്തിന് ശാപവചസിൻ്റെ കാഠിന്യം. നരച്ചു വെളുത്ത മുടി അഴിഞ്ഞു വീണിരിക്കുന്നു. ഇങ്ങനൊരു മുഖമുണ്ടോ അമ്മയ്ക്ക്? മാധവിയമ്മ മറ്റെന്തോ കൂടി പറയാൻ വായ തുറന്നു. ചുളിവീണ അവരുടെ ചുണ്ടുകൾ വാക്ക് കിട്ടാതെ വിറച്ചു. പിന്നെ പറയാനുള്ളതെല്ലാം അടക്കി പിന്തിരിഞ്ഞ് നടന്നുപോയി. അവർക്ക് എന്തിൻ്റെ കേടാ? ചന്ദ്രബാബു അരിശത്തോടെ പിറുപിറുത്തു. തിന്നും കുടിച്ചും അകത്തെങ്ങാനും സുഖമായിട്ട് കിടന്നാൽ പോരെ? വയസ്സായവർ അവരുടെ നിലയ്ക്ക് നിൽക്കണം. ജാനകിയമ്മ അയാളുടെ നേർക്ക് രൂക്ഷമായി ഒന്ന് നോക്കി. ചന്ദ്രബാബു മുഖം തിരിച്ചു കളഞ്ഞു. ശ്രീനിവാസൻ വടക്കേ കെട്ടിലേക്ക് നടക്കാൻ ഭാവിച്ചപ്പോൾ ജാനകിയമ്മ വിളിച്ചു.
ശ്രീനിവാസൻ നിന്നു. ആ പെൺകുട്ടിയുടെ കാര്യം എന്തായി? ശവം മറവ് ചെയ്തെന്ന് കേട്ടു. ശ്രീനിവാസൻ പറഞ്ഞു. എവിടെ? അനാഥ ശവങ്ങൾ എവിടെയാ മറവ് ചെയ്യാറ്? അവിടെ. ആര് ചെയ്തു? കൂടുതലൊന്നും അറിയില്ല, അറിയേണ്ട കാര്യവും ഇല്ല. ശ്രീനിവാസൻ രഘുവരനെയും വിളിച്ച് വടക്കേക്കെട്ടിലേക്ക് പോയി. ചന്ദ്രബാബു തൻ്റെ വരാന്തയിലേക്ക് നീങ്ങി. അയാൾ ഭാര്യയോടൊപ്പം അകത്തു കയറി വാതിലടച്ചു. ജാനകിയമ്മ പച്ച സിമൻ്റിട്ട പഴയ വരാന്തയിൽ വീണ്ടും തനിച്ചായി. മാറിൽ കൈകൾ പിണച്ചു കെട്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ നടന്നു. പിറ്റേന്ന് കാലത്ത് 9 മണിക്ക് റൈസ് മില്ലിൽ നിന്നും മാനേജർ മുരളീധരൻ വിളിച്ച് ജാനകിയമ്മയെ ലൈനിൽ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. ചന്ദ്രബാബുവിൻ്റെ ഭാര്യ ഗീതാമണിയായിരുന്നു ഫോൺ എടുത്തത്. അവൾ ജാനകിയമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് ഫോൺ റൈസ് മില്ലിൽ നിന്നാണ്. ജാനകിയമ്മ വന്ന് റിസീവർ എടുത്തു. ഹലോ ഹലോ ഞാനാ മുരളീധരൻ. എന്താ മുരളി? ഒരു വിവരം അറിഞ്ഞു. അവിടെ അറിഞ്ഞോ? ജാനകിയമ്മയുടെ നെഞ്ചിലൊരു തീക്കാറ്റൂതി. ഇനി എന്ത് അനർത്ഥമാണ് വരാൻ പോകുന്നത്? എന്തറിഞ്ഞു എന്നാ മുരളി പറയുന്നേ? സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചു. വാസുദേവൻ ഇന്നലെ രാത്രി ആശുപത്രി കിടന്ന് മരിച്ചുവത്രേ. ജാനകിയമ്മ നടുങ്ങിത്തെരിച്ചു നിന്നു. ഉപേക്ഷിച്ചു പോയ ഭർത്താവ് എങ്ങോ ജീവിച്ചിരിക്കെ തന്നെ വൈദവ്യ ദുഃഖങ്ങൾ പേറിയവളാണെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ട് താനൊരു വിധവയായിരിക്കുന്നു എന്ന സത്യത്തിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു. മാധവിയമ്മ അല്പം മുമ്പ് കിട്ടിയ ചായ കുടിച്ചിട്ട് ഗ്ലാസ് ജനൽപ്പടിയിലേക്ക് വെച്ചതേയുള്ളൂ. മുറിയിൽ പെട്ടെന്ന് വെളിച്ചം മങ്ങിയതറിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ജാനകി അനങ്ങാതെ നിൽക്കുകയാണ്. അത് കണ്ടാൽ കുറച്ചു നേരമായി ആ നിൽപ്പ് തുടരുകയാണെന്ന് തോന്നിയിരുന്നു. ജാനകി, മാധവിയമ്മ വിളിച്ചു. അമ്മേ, വാസുവേട്ടൻ. വാസു. അവരുടെ നെറ്റിയിൽ 100 ചുളിവുകൾ വീണു. മരിച്ചുപോയിന്ന്. മരിച്ചു? മാധവിയമ്മയുടെ സ്വരം വിറച്ചു. രാവിലെ കുളിച്ച് വേഷം മാറി റൈസ് മില്ലിലേക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു ശ്രീനിവാസൻ. അയാൾ കൃഷ്ണകുമാരിയെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ പറഞ്ഞു. ശരി എന്ന് തലകുലുക്കി ഊണുമുറിയിലേക്ക് പോയ കൃഷ്ണകുമാരി വേഗം തിടുക്കപ്പെട്ട് തിരിച്ചു വന്നു. എന്താ കൃഷ്ണേ, അന്ന് നിങ്ങളുടെ അച്ഛനെന്നും പറഞ്ഞ് ഒരാളിവിടെ വന്നില്ലേ? 2 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട്. അയാൾ മരിച്ചുപോയെന്ന് അമ്മ പറയണ്. ശ്രീനിവാസനും തെല്ലമ്പരന്നു. ചന്ദ്രബാബുവും ഗീതാമണിയും കൂടി ശ്രീനിവാസൻ്റെ മുറിയിലേക്ക് വന്നു. ശ്രീനിയേട്ടാ, ഇതും നമുക്ക് തലവേദനയാകുമോ? ആ മനുഷ്യനും വല്ല സൂയിസൈഡ് ചെയ്യുമോ മറ്റുമോ? ഏയ്, അങ്ങനെ വരില്ല. എന്തോ അസുഖം പിടിച്ച് ആശുപത്രിയിൽ കിടപ്പായിരുന്നെന്നല്ലേ നമ്മൾ കേട്ടത്. നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ആ വഴിക്ക് നോക്കുക പോലും വേണ്ട. നമ്മളിതൊന്നും അറിഞ്ഞിട്ടേയില്ല. നീ ഇതുവരെ മില്ലിലോട്ട് പോകാൻ ഒരുങ്ങിയില്ലേ? ഡ്രസ്സ് മാറണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത്രേ താമസമുള്ളൂ. ചന്ദ്രബാബു വേഗം തിരികെ പോയി. മേശപ്പുറത്തേക്ക് കൈമുട്ടുകൾ ഊന്നി ചില്ലിട്ട ശൂന്യമായ പ്രതലത്തിലേക്ക് നോക്കി തലകുനിച്ച് നിൽക്കുകയായിരുന്നു ജാനകിയമ്മ. നിവർന്നു നിൽക്കുന്ന സ്ഥലം മനസ്സിലാകാത്തതുപോലെ ചുറ്റും ഒന്ന് നോക്കി. വീണ്ടും 39 വർഷം പിന്നിലേക്ക് അവരുടെ ഓർമ്മ കുഴഞ്ഞു വീണു. സുമംഗലിയാണ് താൻ, നവവധു. അല്പം മുമ്പാണ് വാസുദേവൻ എന്ന പുരുഷൻ തനിക്ക് പുടവ തന്ന് കഴുത്തിൽ താലി ചാർത്തി പൂമാലയിട്ട് തൻ്റെ കരം ഗ്രഹിച്ചത്. നിറപറയ്ക്കും നിലവിളക്കിനും മുന്നിൽ ആ കൈ പിടിച്ച് വലം വെച്ച് തീരുന്നതേയുള്ളൂ. ബന്ധുജനങ്ങളുടെയും ക്ഷണിക്കപ്പെട്ട അതിഥികളുടെയും തിരക്കും തിക്കുമാണ് എല്ലായിടത്തും. ഇടയ്ക്ക് താൻ വാസുവേട്ടൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കുന്നു. ഇതുവരെ ആ മുഖം ശരിക്കൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ബന്ധുവിനോടൊപ്പം പെണ്ണ് കാണലിന് വന്നപ്പോൾ ഒരു നോക്ക് കണ്ടു. അന്നത്തെ വീടുകളുടെ ഇരിപ്പുമുറികൾ ഇടുങ്ങിയതും ചെറിയ ജനാലകൾ ഉള്ളതുമായിരുന്നു. അതിനാൽ വെളിച്ചം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. മിക്ക ഗ്രാമങ്ങളിലും വൈദ്യുതിയും എത്തിയിരുന്നില്ല. പെണ്ണ് കാണൽ കഴിഞ്ഞ് വാസുവേട്ടൻ തിരിച്ചു പോകുമ്പോൾ താൻ ജനാലയ്ക്കടുത്ത് ചെന്ന് നോക്കി. വെള്ളമുണ്ടും വെള്ള ഷർട്ടും അണിഞ്ഞ ഒരു യുവാവ് ചുറുചുറുക്കോടെ നടന്നു പോകുന്നു. അതൊരു ദൂരക്കാഴ്ചയായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടോ ജാനകി? പിന്നിൽ നിന്ന് അമ്മ ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? തന്നോട് തന്നെ ചോദിച്ചു. മുഖം പോലും ശരിക്ക് കണ്ടിട്ടില്ലല്ലോ. പേരറിയാം, വാസുദേവൻ. പിന്നെ ഒരു ഏകദേശ രൂപവും അറിയാം. കടൽ തിര ഞൊറിഞ്ഞതുപോലെ പല മടക്കുകളുള്ള എണ്ണമയം തിളങ്ങുന്ന മുടി. അത് മേലോട്ട് ചീകി വെച്ചിരിക്കുന്നു. ചിരി കാണാൻ ഭംഗിയുണ്ടെന്ന് തോന്നിയിരുന്നു. അവർ വലിയ തറവാട്ടുകാരാ. മാത്തൂരെന്ന് കേട്ട കൊല്ലങ്കോട്ട് മുഴുവൻ അറിയാം. വാസുദേവൻ മിടുക്കനാണെന്നാ പറയണത്. സ്വന്തമായിട്ട് റൈസ് മില്ല്, സ്വന്തം പേരിൽ കളം. ഒരു 19കാരിയുടെ മനസ്സിളക്കാൻ അന്ന് അതൊക്കെ ധാരാളം. പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള വകയുണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതിയിരുന്ന കാലം. അമ്മായിയമ്മയും വെച്ചു വിളമ്പേണ്ട പണിക്കാരുടെ എണ്ണവുമാണ് പേടി സ്വപ്നങ്ങൾ. അന്ന് ഇതുപോലെ റോഡുകളില്ല, വഴിച്ചാലുകളേയുള്ളൂ. അലങ്കരിച്ച കാളവണ്ടിയിലാണ് മാത്തൂരിലേക്കുള്ള യാത്ര. അപ്പോഴാണ് മുഖാമുഖം ശരിക്ക് കാണുന്നത്.
തെല്ല് നാണം പുരണ്ട ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നു. കൈനീട്ടി വിരലുകളിൽ തെരുപ്പിടിപ്പിക്കുമ്പോൾ ഉടലാകെ ഒരു നേർത്ത വിറയൽ പടരുന്നു. സുന്ദരനെന്ന് പറയാൻ വയ്യ, എങ്കിലും ഒരാകർഷണീയതയുണ്ട്. പുഞ്ചിരിക്കും നോട്ടത്തിനും ഒരാണിന് ചേർന്ന ഗാംഭീര്യവുമുണ്ട്. ഇത്രയൊക്കെ മതി, ധാരാളം. മാത്തൂരെ ആദ്യ രാത്രി. പുരുഷൻ്റെ കരലാളനകൾ, പുരുഷൻ്റെ സ്നേഹോക്തികൾ, വീണ്ടും വീണ്ടും അത് എല്ലാം ആവർത്തിച്ച 101 രാവുകൾ. നോവൽ തുടരും.